Dear students, BA Sociology 5th സെമസ്റ്ററിൻ്റെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗവേഷണ രീതികളും സ്റ്റാറ്റിസ്റ്റിക്സും എന്ന പേപ്പറിൻ്റെ 21ാമത്തെ ഭാഗം അല്ലെങ്കിൽ 21ാമത്തെ വീഡിയോ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം. സാമ്യവും സാദൃശ്യവും ഒരേ സ്വഭാവ രീതികളും ഉള്ള ദത്തങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ പ്രത്യേക സമൂഹങ്ങളായി തരംതിരിക്കുന്ന പ്രക്രിയയാണ് വർഗീകരണം. ദത്ത വിശകലന പ്രക്രിയയുടെ ആദ്യ പടിയാണ് സാമ്യവും സാദൃശ്യവും ഒരേ സ്വഭാവ രീതികളുമുള്ള ദത്തങ്ങളെ പ്രത്യേക സമൂഹങ്ങളായി തരംതിരിക്കുന്ന പ്രക്രിയയാണ് വർഗീകരണം. ദത്ത വിശകലന പ്രക്രിയയുടെ ആദ്യ പടിയാണ് വർഗീകരണം. The process of arranging data in groups or classes according to resemblances and similarities is technically called classification. So, in classification of data, units having common characteristics are placed in one class and the whole data are thus divided into a number of classes. For example, the students of a class may be grouped according to their marks. The shops may be grouped on the basis of the sales they do. The letters for delivery in a post office may be sorted according to the places to which they belong. Thus, the marks, sales, etc. in the above examples are the respective characteristics which from the basis of classification. അപ്പോൾ സാമ്യവും സാദൃശ്യവും ഒരേ സ്വഭാവ രീതികളുമുള്ള ഡാറ്റ പ്രത്യേകമായിട്ട് തരംതിരിക്കുക. അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കാം. അതുപോലെ കടകളിൽ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. അതുപോലെ ലെറ്റേഴ്സ്, പോസ്റ്റ് ഓഫീസിൽ ലെറ്റേഴ്സ് ഡെലിവറി ചെയ്യുന്നത് പ്രത്യേകം ഭാഗങ്ങളായിട്ട് തരംതിരിക്കും. ഓരോ പ്രദേശത്തേക്കുള്ള ഒരു ഭാഗത്ത് ആ രീതിയിൽ അതിനെ തരംതിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സവിശേഷ ഗുണം പ്രകടമാക്കുന്ന വസ്തുതകളെയെല്ലാം ഒരു വർഗത്തിൽ ഉൾപ്പെടുത്തുക. വസ്തുതകളുടെ സ്വഭാവവും സവിശേഷതയും അനുസരിച്ച് നിരവധി വർഗങ്ങളിലാക്കി തരംതിരിക്കുവാൻ കഴിയും. അങ്ങനെ സമാന സ്വഭാവമുള്ള നിരവധി ഗ്രൂപ്പുകൾ വർഗീകരണത്തിലൂടെ ഉണ്ടാക്കാം. ഒരു ലൈബ്രറിയിൽ പല വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളുണ്ടായിരിക്കും. അവയെല്ലാം കൂടിക്കലർന്ന് കിടക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത് കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വിഷയങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ തരംതിരിച്ച്, ഇപ്പോൾ ലേഖനങ്ങൾ, നോവലുകൾ, ചെറുകഥകൾ, ആ രീതിയിൽ അങ്ങനെ പല രീതിയിൽ ഓരോ കാറ്റഗറിയിൽ പെടുന്ന പുസ്തകങ്ങൾ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുക. അങ്ങനെ പ്രത്യേകം തരംതിരിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ വായനക്കാരനും ആവശ്യമുള്ളവ വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ കഴിയും. ഇവിടെ ഒരേ വിഷയത്തിൽ പെടുന്നവയെ ഒരു വർഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഗവേഷണഫലമായി നേടിയ വസ്തുതകളെയും ഈ രീതിയിൽ വർഗീകരിക്കുവാൻ കഴിയും. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്, ഗുണാധിഷ്ഠിത വർഗീകരണം. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു attributes. Under this method, the data are classified on the basis of qualities known as attributes. ഗുണപരമായ വസ്തുതകളെ തരംതിരിക്കുന്നത് അവ പ്രതിനിധാനം ചെയ്യുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഗുണങ്ങളെ വിവരണങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. സംഖ്യകൾ ഉപയോഗിച്ച് ഇത്തരം വസ്തുതകളെ രേഖപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയുടെ വൈവാഹിക അവസ്ഥ, വ്യക്തി പുരുഷനോ സ്ത്രീയോ എന്നത്, വ്യക്തിയുടെ മാതൃഭാഷ, വ്യക്തിയുടെ ജാതി, മതം എന്നിവയെല്ലാം വിവരണാത്മക വിവരങ്ങളാണ്. ഇത്തരം വിവരണാത്മക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ വിവിധ ഗ്രൂപ്പുകളിലായി തരംതിരിക്കാം. ഈ രീതിയിലുള്ള വർഗീകരണത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നു.
അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് മേ ബി സിമ്പിൾ ഓർ മാനിഫോൾഡ്. സിമ്പിൾ ക്ലാസിഫിക്കേഷനുണ്ട്, മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പോൾ ദത്തങ്ങളുടെ ഒരു ഗുണത്തെ മാത്രം അടിസ്ഥാനമാക്കി തരംതിരിക്കുന്ന രീതിയാണ് നമ്മൾ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സരള വർഗീകരണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പോപ്പുലേഷനിലെ ഇനങ്ങളെ പ്രസ്തുത ഗുണം ഉള്ളവ ഇല്ലാത്തവ എന്ന് രണ്ടായി തരംതിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സാക്ഷരതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സാക്ഷരർ എന്നും നിരക്ഷരർ എന്നും തരംതിരിക്കാം. ഇതുപോലെ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ, ഇങ്ങനെ രണ്ട് രീതിയിൽ ഇങ്ങനെ തരംതിരിക്കുകയാണെങ്കിൽ അപ്രകാരം കിട്ടുന്ന അതിന് നമ്മൾ പറയുന്നത് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ട് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ വിദ്യാഭ്യാസം അതുപോലെ സാക്ഷരത, അങ്ങനെ രണ്ട് ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദത്തങ്ങളെ തരംതിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ. അങ്ങനെയും പറയാറുണ്ട്, ടു വേ ക്ലാസിഫിക്കേഷൻ. മറ്റൊന്ന് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ, ബഹുമുഖ വർഗീകരണം. അപ്പോൾ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടു വേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ജനങ്ങളെ മെയിൽ ഫീമെയിൽ അങ്ങനെ മാത്രം തരംതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്നാണ്. എന്നാൽ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസവും അതുപോലെ മെയിൽ ഓർ ഫീമെയിൽ, ആ കാര്യം കൂടെ കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, രണ്ട് ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ദത്തങ്ങളെ തരംതിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ. രണ്ടിൽ കൂടുതലാവുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ബഹുമുഖ വർഗീകരണം അല്ലെങ്കിൽ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനിൽ ഡാറ്റ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് മോർ ദാൻ ടു ആട്രിബ്യൂട്ട്സ്. രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് വർഗീകരിക്കുമ്പോൾ അതിനെ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽ. ചില നിരീക്ഷണങ്ങളെ സംഖ്യകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കും. സംഖ്യാപരമായി രേഖപ്പെടുത്താവുന്ന ഗുണങ്ങളാണ് പ്രായം, ഉയരം, ഭാരം, ബുദ്ധിശക്തി, സമയം, കുടുംബാംഗങ്ങളുടെ എണ്ണം, ദൂരം, വരുമാനം തുടങ്ങിയവ. ഇവ ഓരോന്നിൻ്റെയും മൂല്യം കൃത്യമായി രേഖപ്പെടുത്തുവാൻ കഴിയും. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ വരുമാനമുള്ളവർ, ഇടത്തരം വരുമാനമുള്ളവർ, ഉയർന്ന വരുമാനമുള്ളവർ എന്നിങ്ങനെ വിഭാഗങ്ങളുണ്ടാക്കാം. ഓരോ വിഭാഗത്തെയും വേർതിരിക്കുന്നത് നിശ്ചിത വരുമാന പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയും. ഒരു പരീക്ഷയിൽ 31 മുതൽ 40 വരെ മാർക്ക് നേടിയവർ, 41 മുതൽ 50 വരെ മാർക്ക് നേടിയവർ, 51 മുതൽ 60 വരെ മാർക്ക് നേടിയവർ, 60-ന് മുകളിൽ മാർക്ക് നേടിയവർ എന്നിങ്ങനെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ തരംതിരിക്കുമ്പോൾ 31 മുതൽ 40 വരെയുള്ള ഇടവേളയിൽപ്പെടുന്ന കുട്ടികളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. 31 കിട്ടിയാലും 32 കിട്ടിയാലും 33, 33.5, 35 അങ്ങനെ 40 വരെ ഉള്ള മാർക്കുകൾ 40 ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ 31 മുതൽ 40 വരെയുള്ളവരൊക്കെ ആ ഒരൊറ്റ ഗ്രൂപ്പിൽ വരികയാണ്. അതുപോലെ 41 മുതൽ 50 വരെയുള്ളവർ വേറൊരു ഗ്രൂപ്പിൽ വരികയാണ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലായി കുട്ടികളുടെ മാർക്കിനെ ഉൾപ്പെടുത്താം. ഈ രീതിയിൽ നിശ്ചിത ഇടവേളകളിൽ ഉൾപ്പെടുത്തിയുള്ള വർഗീകരണമാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽ. വ്യക്തികളുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകളെ വിവിധ ക്ലാസുകളിലാക്കി തിരിക്കുവാൻ സാധിക്കും. വ്യക്തികളുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകളെ വിവിധ ക്ലാസുകളിലാക്കി തിരിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വിദ്യാർത്ഥികളെ അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളാക്കാം. അതുപോലെ വ്യക്തികളെ അവരുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളാക്കാൻ കഴിയും. ഉദാഹരണത്തിന് 25 മുതൽ 44 വരെ പ്രായപരിധിയിലുള്ള ഒരു കൂട്ടം ആളുകളെ വിവിധ ക്ലാസുകളിലാക്കുമ്പോൾ ഓരോ ക്ലാസ്സിനുമുള്ള ഉയർന്ന പ്രായപരിധി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. നമുക്കിവിടെ 25 മുതൽ 44 വരെ പ്രായപരിധിയിലുള്ള ആളുകളാണ്. നമുക്ക് തന്നെ പ്രായപരിധി നിശ്ചയിക്കാം.
എങ്ങനെയാണ് ക്ലാസ് ലിമിറ്റുകൾ ഉണ്ടാക്കേണ്ടതെന്ന്. അതായത് ഇവിടെ 25, 30, 30, 35, 35, 40, 40, 45 എന്നീ പരിധികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പരിധികൾ ഉപയോഗിക്കുമ്പോൾ 4 ക്ലാസ്സിലായി മുഴുവൻ ആളുകളെയും വിഭജിക്കാവുന്നതാണ്. 25 മുതൽ 44 വരെ പ്രായമുള്ള ആളുകളാണ് ഉള്ളത്. അപ്പോൾ അവരിൽ 25-നും 30-നും ഇടയിൽ പ്രായമുള്ളവരെയൊക്കെ 25, 30-ൽ ഉൾപ്പെടുത്താം. 25 എന്നുള്ള പ്രായം മുതൽ 30 വരെ പ്രായമുള്ളവർ 25, 30 എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. 30 വയസ്സും 30 വയസ്സ് മുതൽ 35 വരെ പ്രായമുള്ളവരും 30, 35 എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്നു. പിന്നീട് 35 വയസ്സും 35-നും 40-നും ഇടയിൽ പ്രായമുള്ളവരും 35, 40 എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. പിന്നെ 40 വയസ്സും 40-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും 40, 45 എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. അപ്പോൾ 25 മുതൽ 44 വരെയുള്ള എല്ലാ ആളുകളെയും ഈ 4 ഗ്രൂപ്പുകളിലാക്കിയിട്ട് വിഭജിക്കാൻ കഴിയും. ഈ ക്ലാസ് ലിമിറ്റ് നമ്മൾ നിശ്ചയിച്ചതാണ്. ഈ ക്ലാസ് ലിമിറ്റ് മറ്റൊരു രീതിയിലും വേണമെങ്കിൽ എഴുതാം. 25, 29, 30, 34, 35, 39, 40, 44 ആ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇവിടെ നാം നിശ്ചയിക്കുന്ന പരിധിയെ ക്ലാസ് പരിധി എന്ന് വിളിക്കാം. 2 ക്ലാസ് പരിധികൾ തമ്മിലുള്ള വ്യത്യാസത്തെ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ കൊടുത്ത ഉദാഹരണത്തിൽ 2 ക്ലാസ് പരിധികൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇവിടെ 25, 30, 30, 35. അപ്പോൾ 2 ക്ലാസ് പരിധികൾ തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ 5. ഒരു പ്രത്യേക ക്ലാസ് ഇൻ്റർവലിൽ ഉൾപ്പെടുന്ന യൂണിറ്റുകളുടെ എണ്ണത്തെ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. അപ്പോൾ 25-നും 30-നും ഇടയിൽ പ്രായമുള്ള 25 വയസ്സും 25-നും 30-നും ഇടയിൽ പ്രായമുള്ള ആളുകളെല്ലാം 25, 30 എന്നുള്ള ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. അതിലൊരു 6 പേരുണ്ട് എന്ന് പറഞ്ഞാൽ 25, 30 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസി 6 ആണെന്നാണ്. അതുപോലെ 30, 35 എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ 7 ആളുകൾ ഉണ്ടെങ്കിൽ 30, 35 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഫ്രീക്വൻസി 7 ആണ് എന്നാണ്. അപ്പോൾ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ ഉൾപ്പെടുന്ന യൂണിറ്റുകളുടെ എണ്ണത്തെയാണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് വിളിക്കുന്നത്. എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ. മുകളിൽ കൊടുത്ത പ്രായപരിധികളെ 25, 30, 30, 35, 35, 40, 40, 45 എന്ന രീതിയിൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധി അടുത്ത ക്ലാസിൻ്റെ താഴ്ന്ന പരിധിയായി വരും. ഇവിടെ 29.9 വയസ്സ് പ്രായമുള്ള വ്യക്തി 25, 30 ക്ലാസ് പരിധിയിലും 30 വയസ്സ് പ്രായമുള്ള വ്യക്തി 30, 35 ക്ലാസ് പരിധിയിലും ഉൾപ്പെടുന്നു. ഇവിടെ തുടർച്ചയായിട്ടാണ് 25, 30 പിന്നെ 30-ൽ നിന്ന് തുടങ്ങുകയാണ്. 30, 35 പിന്നെ 35, 40 ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഉയർന്ന പരിധി തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധിയായിട്ട് വരികയാണ്. ആ രീതിയിൽ ഓരോ ക്ലാസ്സിൻ്റെയും ഉയർന്ന പരിധി തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധിയാവുക. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ ഉയർന്ന പരിധി അടുത്ത ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധിയായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ എന്നാണ് പറയുന്നത്. ഇതിൽ 29.9 എന്ന് പറഞ്ഞാൽ 25, 30-ൻ്റെ ഇടയിലാണ് വരിക. 30 പ്രായമുള്ളവരെ 30-ൻ്റെ 35-ൻ്റെ ഇടയിൽ, 35 പ്രായം വരുന്ന ആളുകളെ 35, 40 എന്നുള്ള ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ എന്നാണ്. ഇനി ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ. ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധി ആ ക്ലാസ് പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നതാണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ. ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധി ആ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടണം. തൊട്ട് മുമ്പ് 25, 30 പക്ഷേ 30 25, 30-ലല്ല, 30, 35-ലാണ് 30 വരുന്നത്. 25, 30 എന്ന് പറയുന്ന തൊട്ട് മുകളിൽ എഴുതിയ 25, 30, 30, 35, 35, 40, 40, 45 എന്ന അറേഞ്ച്മെൻറ്റിൽ ആദ്യ ക്ലാസ് 25, 30 അപ്പോൾ 30 എന്ന് പറയുന്ന വാല്യൂ അതിൽ വരില്ല. 30, 35 തൊട്ടടുത്തതിലാണ് വരുന്നത്. അതായത് ക്ലാസ്സുകളുടെ ഉയർന്ന പരിധി തൊട്ടടുത്ത ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ. എന്നാൽ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽ ഉയർന്ന ക്ലാസ് പരിധി അതേ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ഉദാഹരണമായിട്ട് 25, 29. അപ്പോൾ 25
അതുപോലെ 29, പിന്നെ 25-നും 29-നും ഇടയിലുള്ള എല്ലാ സംഖ്യകളും 25, 29 എന്നുള്ള ക്ലാസ്സിൽ തന്നെയാണ്. തൊട്ടടുത്ത ക്ലാസ് 30, 34 അവിടെ 30-ഉം 34-ഉം 30-നും 34-നും ഇടയിലുള്ള സംഖ്യകളും ആ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ 35, 39-ൽ 35, അതുപോലെ 39, പിന്നെ അതിനിടയിലുള്ള വരുന്ന എല്ലാ സംഖ്യകളും 35, 39 എന്ന ക്ലാസ്സിൽ തന്നെ വരുന്നു. 39 അതിൻ്റെ ഉയർന്ന പരിധിയാണ്, അത് ആ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉയർന്ന പരിധി ആ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്നതാണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണാത്മകമായ വർഗീകരണം. അളവുകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുവാൻ കഴിയാത്തതും ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുവാൻ കഴിയുന്നതുമായ വർഗീകരണമാണിത്. അളവുകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാൻ കഴിയില്ല, എന്നാൽ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള വർഗീകരണമാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഒരു രാജ്യത്തെ ജനസംഖ്യയെ വൈവാഹിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുമ്പോൾ വിവാഹിതർ, അവിവാഹിതർ, വിവാഹശേഷം ബന്ധം വേർപെടുത്തിയവർ, ഭാര്യയോ ഭർത്താവോ മരിച്ചവർ എന്ന് 4 വിഭാഗങ്ങളുണ്ടാക്കാം. ഇവിടെ 4 ഇനം വ്യക്തികളെയാണ് നാം കണ്ടെത്തുന്നത്. അപ്പോൾ വൈവാഹിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജനസംഖ്യകളെ വിഭജിക്കുമ്പോൾ 4 തരം അല്ലെങ്കിൽ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളെയാണ് നാം കണ്ടെത്തുന്നത്. ഇങ്ങനെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാൻ കഴിയുന്ന വർഗീകരണമാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പരിമാണാത്മക വർഗീകരണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അളന്നോ എണ്ണിയോ തിട്ടപ്പെടുത്താൻ കഴിയുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്ന രീതിയാണിത്. ഉദാഹരണമായി, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെയോ തൂക്കത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം, ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. പരിമാണാത്മക വർഗീകരണം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ സംഖ്യകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അളന്നോ എണ്ണിയോ തിട്ടപ്പെടുത്താൻ കഴിയുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ വർഗീകരിക്കുന്ന രീതിയാണ്. ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, ഒരു നിശ്ചിത കാലഘട്ടത്തിൻ്റെയുള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന വർഗീകരണമാണിത്. പെട്രോളിൻ്റെ വിലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെയുണ്ടായ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ കാലഘട്ടങ്ങളെ കണ്ടെത്തുവാൻ കഴിയും. ഓരോ കാലഘട്ടത്തിലും ഒരു പ്രത്യേക വില നിലവാരത്തിലായിരിക്കും പെട്രോൾ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. 10 തവണ വിലയിൽ വ്യതിയാനമുണ്ടായിട്ടുണ്ടെങ്കിൽ 10 കാലഘട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ഓരോ 10 കൊല്ലക്കാലയളവിലും നടത്തപ്പെടുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാ വർധനവ് കൂടുതലുണ്ടായ ദശവർഷം, കുറഞ്ഞ ദശവർഷം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കാം. ഇവിടെയെല്ലാം ഒരു കാലപരിധിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയാണ് അടിസ്ഥാനമായി എടുക്കുന്നത്. ഇപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ 10 വർഷം കഴിയുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അടുത്ത 10 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു 10 ഉള്ളിലുണ്ടായ വർധനവ് അല്ലെങ്കിൽ കുറവ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും, അവയെ ആ രീതിയിൽ വർഗീകരിക്കാൻ കഴിയും. അതാണ് ഓരോ ദശവർഷം എന്ന് പറയുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഓരോ 10 കൊല്ലക്കാലയളവിലും നടത്തപ്പെടുന്ന ഈ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാ വർധനവ് കൂടുതലുണ്ടായ ആ ദശവർഷം, ആ 10 വർഷം, അതുപോലെ കുറഞ്ഞ 10 വർഷം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെയെല്ലാം ഒരു കാലപരിധിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയാണ് അടിസ്ഥാനമായി എടുക്കുന്നത്. ഇങ്ങനെ ഒരു നിശ്ചിത കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന വർഗീകരണമാണ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, സ്ഥലത്തിൻ്റെ അഥവാ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണമാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. സ്ഥലത്തിൻ്റെ അഥവാ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം, അതാണ്
സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇന്ത്യയിലെ ജനസംഖ്യയെ സംസ്ഥാന അടിസ്ഥാനത്തിൽ തരംതിരിക്കുവാൻ കഴിയും. അത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഒരു ഉദാഹരണമാണ്. ഇനി നെല്ലുൽപാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വിവിധ വിഭാഗങ്ങളിലാക്കി തിരിക്കുവാൻ കഴിയും. അതുപോലെ ലഭിക്കുന്ന മഴയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പല തട്ടുകളിലാക്കി തരംതിരിക്കാൻ കഴിയും. ഇവിടെയൊക്കെ ഭൂപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കൽ നടക്കുന്നത്. ഇതെല്ലാം സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഉദാഹരണങ്ങളാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ അഥവാ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണമാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ.